സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മകൻ സാന്റൻ ലാമ. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു. അജ്ഞാതൻ എന്ന് രേഖപ്പെടുത്തിയത് വാർത്തകൾക്ക് പിന്നാലെയാണ് സൂരജ് ലാമ എന്നാക്കിയത് എന്ന് മകൻ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പിതാവിനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ പോലീസും ആലംഭാവം കാണിച്ചു. അന്വേഷണം ഇടഞ്ഞാണ് നീങ്ങിയത് എന്നും കമ്മീഷണർ നൽകിയ വാക്ക് പാഴായി എന്നും മകൻ ആരോപിക്കുന്നു. They literally found his body now, no bro. And it's been literally 10 days I left Kerala. Literally been 10 days I left Kerala. I was searching HMT, Kalmasheri, Pipeline, Ernakulam Medical, that road. Every road I have gone through, bro. Every single gully I have gone through personally. I have gone with the police. So it's not that police didn't do their job. I even took a canine unit and I went, like the dogs themselves, to sniff and find out if there is a body decaying or no. How come I didn't find that body, man? That body was seen half kilometer away from where that spot is right now. According to me and according to the justice himself, I feel no, the cops have done everything possible. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നിഷ ദിലീപ് നൽകും. നിഷ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനും പോലീസിനുമെതിരെ സൂരജ് ലാമയുടെ മകൻ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങ് ഇറക്കി വിട്ടു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വലിയ ദുരൂഹത അവർ ആരോപിക്കുന്നുണ്ട്. പറയൂ നിഷ. രാഖി, ഇന്നലെ കളമശ്ശേരി HMTക്കടുത്ത് കാട് പിടിച്ചൊരു പ്രദേശത്ത് കണ്ട അജ്ഞാത മൃതദേഹം സൂരജ് ലാമയുടേതാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിനായി DNA പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും അടക്കം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിലാണ് ഈ സൂരജ് ലാമയുടെ മകൻ സാന്റൻ ലാമയെ വിളിച്ചു വരുത്തിയത്. സാന്റൻ ലാമ ഇന്നലെ രാത്രി കൊച്ചിയിലെത്തി. ഇന്ന് അല്പസമയം മുമ്പ് സാന്റൻ ലാമ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സാന്റൻ ലാമ ഈ സൂരജ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കാണാനായി പോയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. എന്തായാലും മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ സൂരജ് ലാമയെ കാണാതായ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നതാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും മൃതദേഹം തൻ്റെ പിതാവിൻ്റേത് തന്നെ എന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ് എന്ന് സാന്റൻ ലാമ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സൂരജ് ലാമയുടെ മകൻ സാന്റൻ ലാമ ഉന്നയിച്ചത്. കാരണം തൻ്റെ പിതാവിനെ കാണാതായി താൻ കേരളത്തിലെത്തി, അദ്ദേഹത്തെ വ്യക്തിപരമായും ഒപ്പം തന്നെ പോലീസിൻ്റെ സഹായത്തോടു കൂടിയും അന്വേഷിച്ചിരുന്നു. അതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 10 ദിവസം മുമ്പാണ് അദ്ദേഹം കേരളം വിട്ടത്. പിന്നീട് ഇന്നലെയാണ് പോലീസ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയതായും തൻ്റെ പിതാവിൻ്റേതാണ് എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞ് സാന്റൻ ലാമയെ വിളിച്ചു വരുത്തിയത്. എന്തായാലും ഈ സാന്റൻ ലാമ പറയുന്നതനുസരിച്ച് താൻ വളരെ സമയം, അതായത് 1 മാസമായി സൂരജ് ലാമയെ കാണാതായിട്ട്. കഴിഞ്ഞ ഒക്ടോബർ 5-നാണ് ഈ സൂരജ് ലാമ കുവൈറ്റിൽ നിന്നും നാട് കടത്തപ്പെട്ട് കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ സൂരജ് ലാമയെ തൃക്കാക്കര പോലീസാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം ഈ വിഷമദ്യം കുടിച്ചതിലൂടെ അദ്ദേഹത്തിന് കേൾവിശക്തിയും ഓർമ്മക്കുറവും ഒക്കെ തന്നെ നഷ്ടമായിരുന്നു. എന്നാൽ കളമശ്ശേരി പോലീസ് പറയുന്നതനുസരിച്ച് അദ്ദേഹം ഓക്കെ ആണ് എന്ന് സംസാരിച്ചു. അതുകൊണ്ടാണ് പുറത്തേക്ക് വിട്ടത് എന്നാണ് കളമശ്ശേരി പോലീസ് പറയുന്നത്. കേരളത്തിലേക്ക് ഇത്തരത്തിലെത്തുന്ന ഭാരതീയനായ ഒരു പൗരൻ്റെ മേൽ പോലീസിന് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലേ എന്ന് സാന്റൻ ലാമ ചോദിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അദ്ദേഹം കോടതിയെ സമീപിച്ചു, പിതാവിനെ കണ്ടെത്താനായി കോടതിയെ സമീപിച്ചിരുന്നു. 4 ദിവസത്തിനകം പിതാവിനെ ജീവനോടെ കണ്ടെത്തി നൽകുമെന്ന കമ്മീഷൻ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ എന്ന് പറഞ്ഞൊരു മൃതദേഹമാണ് അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തത്. എന്തായാലും ഗുരുതരമായ വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കളമശ്ശേരി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് സാന്റൻ ലാമയുടെ ആരോപണം. ഇപ്പോൾ അദ്ദേഹം മൃതദേഹം കാണാനായി അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഉറപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തോട് അടുത്ത് അദ്ദേഹത്തിൻ്റെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അടക്കമുള്ള ആളുകൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിനും പോലീസിനുമെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് സൂരജ് ലാമയുടെ മകൻ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്.